ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പറയുന്ന പോലെ ഞാൻ പിന്നെയും എത്തിയിട്ടുണ്ട് അച്ചാറിൻ്റെ രണ്ടാം ഭാഗവുമായി. ഇന്ന് നമുക്ക് മാങ്ങയച്ചാറാണ് ഇടാനുള്ളത്. പിന്നെ മാങ്ങയച്ചാറിടാൻ മലയാളികൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടെന്ന് എനിക്കറിയാം. അതിന് മുന്നേ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. ഇതാണ് നമ്മുടെ സ്വന്തം പൊന്നാൻറ്റി. പൊന്നാൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ. എല്ലാവരും പൊന്നാൻറ്റി എന്നാണ് വിളിക്കുന്നത്. സ്നേഹം കൂടുതലുള്ളവർ ഗോൾഡൻ മാമ എന്ന് വിളിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഞാനും എൻ്റെ അനിയത്തെയും കളിയാക്കി പറയാറുണ്ട് ഗോൾഡ് ഇല്ലാത്ത ഗോൾഡൻ മാമ എന്ന്. എണ്ണയിൽ വീണ കുട്ടപ്പന്മാരെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികളിടാൻ വേണ്ടിയിട്ട് നിസോളാൻ്റെ വിളിക്കുകയാണ് കേട്ടോ. ഇത്രയും നാൾ അച്ചാറിട്ടിട്ടും എവിടെയെങ്കിലും ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം നല്ല എരിക്കുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചിയുടെ കാശ്മീരി മുളക് പൊടി. മാങ്ങ ഞങ്ങൾ 2 ടൈപ്പ് ഇടുന്നുണ്ട്. അതായത് മധുരമുള്ള മാങ്ങയും മധുരം ഇല്ലാത്ത മാങ്ങയും. ഇതിപ്പോൾ മധുരമുള്ള മാങ്ങയായിട്ടോ ഇടുന്നത്. പൊതുവേ ഞങ്ങൾക്ക് ഒത്തിരി പുളിയുള്ള മാങ്ങയും ഒത്തിരി പുളിയുള്ള കയ്പുള്ള സാധനങ്ങളൊക്കെ അച്ചാറിനേലും ഇഷ്ടം ചെറിയ ലൈറ്റ് മധുരമുള്ള അച്ചാറുകൾ കൂട്ടാനായിട്ടോ. മാങ്ങയ്ക്ക് മധുരം ഉണ്ടായതുകൊണ്ട് തന്നെ അച്ചാറിടാൻ കഴുകി പുളി വെച്ചപ്പോൾ തന്നെ പാതി നമ്മുടെ വയറ്റിലോട്ട് തന്നെ പോയിട്ടുണ്ട്. ഇനി എന്താ, ഉലുവാപ്പൊടി, കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിനിടയ്ക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തിക്കാൻ മറക്കണ്ട കേട്ടോ. ഇതാണ് കടല കടക്ക റെഡിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ കഴിച്ചതിൽ മിച്ചം വന്നിട്ടുള്ള മധുരമുള്ള മാങ്ങ. പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്ത് ചെറിയൊരു മണമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് മാങ്ങ ചെറുക്കെ തട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. പുളിയുള്ള മാങ്ങാച്ചാറും ഇതുപോലെ തന്നെ കേട്ടോ അച്ചാറിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ എല്ലാവരെയും ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ സൈജേച്ചിൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ട് മാത്രമല്ല കേട്ടോ, റൂംമേറ്റ് കൂടെയാണ് കേട്ടോ. അവർ റൂമിൽ 3 മലയാളികളായുള്ളത്. അതിലൊരാളാണ് 2 വർഷം കൂടിയിട്ട് ഇപ്പം നാട്ടിൽ വന്നിട്ട് പോകുന്നത്. അങ്ങനെ അവർ പറഞ്ഞ വെയിറ്റ് അനുസരിച്ചുള്ള സാധനം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.